മടവൂർ ശൈഖുനയിൽ തുടങ്ങി റസൂൽ വരെ എത്തി നിൽക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് മുഹിയദ്ദീൻ മാല ഇയാൾക്ക് പ്രശ്നമായിട്ട് വന്നത്. മുഹിയദ്ദീൻ മാലയിലുണ്ടല്ലോ പല വരികളും ഇയാൾക്ക് ഒരിക്കലും അംഗീകരിക്കാനില്ല കേട്ടോ. ഭൂമി ഓരുണ്ടാഫോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചൂമടെന്നോവർ. ഭൂമി ഒരുണ്ടാഫോൽ എൻ കയ്യിലെന്നോവർ. നമ്മളത് വിശദീകരിച്ച് ഭൂമിയിൽ എവിടെയും എങ്ങനെയും കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയുമെന്നാണ് ശൈഖ് അവറുകൾ പറയുന്നത്. കുടുങ്ങിയാള് മാത്രമല്ല, ഇയാളൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, മടവൂര് ശൈഖാണ് ലോകം നിയന്ത്രിക്കുന്നതെങ്കിൽ മടവൂര് ശൈഖിന് മുമ്പ് ആരാ സൂര്യൻ നിയന്ത്രിച്ചതെന്നൊക്കെ. അന്ന് നമ്മൾ ചോദിച്ചിരുന്നു, എൻ്റെ കയ്യിലാണ് ഭൂമി എന്ന് പറഞ്ഞാൽ അതിന് മുമ്പാരെ കയ്യിലായിരുന്നു. കുടുങ്ങിയിട്ട് ഇയാൾ പറയാ, അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗല്ലേ, അതിനൊക്കെ ഇപ്പം അത്രല്ലേ മായനുള്ളൂ. ഓ അതൊക്കെ ഇപ്പം വിട്ട്, മാലയും വിട്ട്. ഒന്ന് കേട്ടോളൂ, മാലയെക്കുറിച്ച് പറയുന്ന വായക്കാട് വെച്ച് പറഞ്ഞതാ, വെച്ചു കൊടുക്കും. പറയുന്നതും കേട്ടോ അവർ. മാല ശരിക്കും പഠിച്ചെങ്കിൽ പഠിച്ചു പോവുകയില്ലായിരുന്നു. പക്ഷെ ആ മാല വേണ്ടതുപോലെ പഠിച്ചില്ല. ഞാൻ കേട്ടു ഒരു ആളിങ്ങനെ പറയാൻ, അയാൾ പറയുന്നത് എന്താണ്, അതേ ഭൂമി ഒരുണ്ടാവോൽ എൻ കയ്യിലെന്നോവർ എന്ന് മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞില്ലേ. പേരോടതെന്താ ചെയ്യാൻ? പേരോടൊന്നും ചെയ്യേണ്ടില്ല, പേരോടൊക്കെ അറിയാം. പേരോടെന്താ ചെയ്യാൻ? ഒന്നും ചെയ്യേണ്ടതില്ല. ആ സാധു മനസ്സിലാക്കിയത് ഭൂമി ഒരു ചെറിയ ഉണ്ട പോലെ ആക്കിയിട്ട് മൊഹീദ്ദീൻ ശൈഖിന്റെ കൈ പിടിച്ചു എന്നാണോ ആ സാധു അതിനർത്ഥം മനസ്സിലാക്കിയത്? അതൊക്കെ ആലങ്കാരികമായ പ്രയോഗങ്ങളാണ്. അതേ കാലത്തിന്റെ കുളമ്പടി ശബ്ദം കേൾക്കാത്ത മൗലവി എന്ന് പറഞ്ഞാൽ കാലത്തിനൊരു കുളമ്പുണ്ട്, അതിനിങ്ങനെ ശബ്ദമുണ്ട് എന്ന് ആരെങ്കിലും വിചാരിക്കാറുണ്ടോ? ഹദീസിലുള്ള ഒരു കുളമ്പടി ആൾ കേട്ടിട്ടില്ല. അത് ആലങ്കാരികമാണ് എന്നാണ്. എന്നിട്ട് എന്താ അതിന്റെ മായന? ആ മായനുണ്ട്, മായന അയാൾ പറയുന്നുണ്ട്. അതും കൂടി കേട്ടോളൂ, അയാൾ അതിന്റെ മായന പറയുന്നുണ്ട്. എൻ കയ്യിലെന്നോവർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു തആല എനിക്ക് അറിയിച്ചു തരുന്നു എന്നാണ് അതിന്റെ അർത്ഥമെന്ന് ഏത് മുസ്ലിമിനും മനസ്സിലാകുന്ന കാര്യമാണ്. ആ നല്ല അർത്ഥമാണല്ലോ. ഭൂമി വരുണ്ടപ്പോൾ എൻ കയ്യിലെന്നോവർ എന്നതിന്റെ മായനെ വെച്ച് ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു എനിക്ക് അറിയിച്ചു തരുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ തന്നെ സംശയമുണ്ട്, എല്ലാ കാര്യങ്ങളും ആണോ? അപ്പൊ ശിർക്ക് വരൂലേ? എല്ലാ കാര്യങ്ങളും അറിയുന്ന അല്ലല്ലേ? അങ്ങനെ അലീമുൽ ആലം, ആലമിനെ തന്നെ അറിയുന്ന ആള്, സമീഉൽ ആലം, ആലം മൊത്തം കേൾക്കാൻ കഴിയുന്ന ആൾ, ഇത് അല്ലല്ലേ ആവാൻ പറ്റൂ? പേരോട് മൗലവി വഹാബിസം ഛർദിക്കാൻ തുടങ്ങിയാൽ മുഴുവൻ വൈരുദ്ധ്യങ്ങളാകും. എന്താണ് ആ പറഞ്ഞതിൻ്റെ മഅന? ഞാൻ നിങ്ങളുടെ മർക്കസിൽ നിന്നിറക്കിയ കിതാബിൽ നിന്ന് തന്നെ വായിച്ചു തരാം. ഔസുൽ ആദം ആ പറഞ്ഞതിൻ്റെ മഅന എന്താണെന്ന് കിതാബുൽ ഇബ്രീസ് അല്ലാമ അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങളുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നത് കാണാം. മർക്കസിൽ നിന്നിറങ്ങിയ കിതാബ് ഔസുൽ ആദമിനെ കുറിച്ചുള്ളത്, അൽ മൗലിദുൽ ഈമാനി മൗലിദുൽ ഔസുൽ ജീലാനി. അതിലതാ പറയുന്നു, യുദബ്ബിറു ഖുറത്തൽ ആലം ഫഅലഹ വഅസ്ഫലുഹ ലദൈഹി സിയാൻ. ഭൂമി ഒരുണ്ടേ ഫോൽ എൻ കയ്യിലെന്നോവർ എന്ന് പറഞ്ഞതിന്റെ മഅന യുദബ്ബിറു, മർക്കസിൽ നിന്നിറങ്ങിയ കിതാബാണ്. പിൻവലിക്ക് ആളെ തന്നെ പിൻവലിച്ചേക്ക്. ദീന് പറയാൻ ചുണക്കുട്ടികളുണ്ടെങ്കിൽ സാവിയത്ത് സൂഫി അവർക്ക് സംരക്ഷകരായിട്ടുണ്ട്. അവരെ മൂലക്കാക്കാന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട. ഞങ്ങളെ മശായിഖന്മാർ അവരുടെ തണല് വിശാലമാണ്. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? യുദബ്ബിറു ഖുറത്തൽ ആലം അല്ലേ, ലോകത്തെ തന്നെ അവര് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ഫഅലഹ, ലോകത്തിന്റെ മുകൾ ഭാഗം, വഅസ്ഫലുഹ, അതിന്റെ താഴ്ഭാഗം, ലദൈഹി സിയാൻ, ഔസുൽ ആദമിന്റെ സമീപത്തൊക്കെയും സമമാണ്. ഫയുശാഹിദു ഫീ ലഹ്ദ, ഒറ്റ സെക്കൻഡിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. കുല്ലല്ലവാലിം, എല്ലാ ലോകത്തെയും, ബിലാഥവാൻ, അതൊന്നും ഒന്നിന്റെ ശേഷമല്ല, കറക്റ്റ് ഒറ്റ ടൈമിൽ തന്നെ ലോകം മുഴുവൻ അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. വയസ്മഉ അസ്വാതൽ ആലാഫ്,
ആയിരങ്ങളുടെ ശബ്ദങ്ങൾ അവർ കേട്ടുകൊണ്ടിരിക്കുന്നു. വലാ യസ്അലുഹു ഹാദാ അൻ ഹാദാ ഫീ ആൻ, ഒന്നിന് തടസ്സമല്ല. ലോകത്തുള്ള സർവ്വവസ്തുക്കളും കേൾക്കാനും അറിയാനും കഴിയുന്ന, ലോകം മുഴുവൻ തർബിയത്ത് ചെയ്യുന്ന, തദ്ബീർ ചെയ്യുന്ന ആ ആളാണ് ഗൗസുൽ അഅ്ലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു എന്നാണ് അതിൻ്റെ മഅന എന്ന് വളരെ കൃത്യമായി ഈ കിതാബിൽ തന്നെ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല ഗൗസുൽ അഅ്ലമിൻ്റെ വരികൾ വളരെ വിശദമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 176 പേജ് എടുത്ത് നോക്കും, മുഴുവനും അതാണ്. ഗൗസുൽ അഅ്ലം പാടിയ ചില ബൈത്തുകളുണ്ട്. നഹ്നുൽ മുലൂകു അലാ സലാത്തീനിൽ മലാ വൽകായിനാതു വമൻ ബിഹാ ഖുദ്ദാമുനാ, ഞങ്ങളാണ് രാജാക്കന്മാർ. ഗൗസുൽ ആദം പറയാണ്, ഞങ്ങളാണ് ചക്രവർത്തിമാർ, ഞങ്ങളാണ് ഈ ലോകത്ത് അള്ളാഹു അയച്ച അവൻ്റെ പ്രതിനിധി. ലോകത്തുള്ള സർവ്വ സൃഷ്ടികളും ഞങ്ങളുടെ ഖാദിമീങ്ങളാണ്. വലി അജ്ലിനാ വുജിദസ്സമാനു വകൗനുഹു വദ്ദഹ്റു അബ്ദുൻ വസ്സമാനു ഗുലാമുനാ, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കാലത്തെ തന്നെ പടക്കപ്പെട്ടത്, ലോകം മുഴുവനും പടക്കപ്പെട്ടത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. വദ്ദഹ്റു അബ്ദുൻ, കാലം ഞങ്ങളുടെ അടിമയാണ്. വസ്സമാനു ഗുലാമുനാ, സമയം ഞങ്ങളുടെ കുട്ടിയാണ്. വലനൽ വിലായത്തു മിന്നലസ്തു ബിറബ്ബിക്കും വഇമാമുനൽ മഹ്ദി ഫഹുവാ ഖിതാമുനാ, ഇമാം മഹ്ദിയാണ് ഞങ്ങളുടെ അവസാനം വരുന്ന ആള്. ഞങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത്. ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര സംഭവങ്ങളാണ് മഹാന്മാർ എഴുതി വെച്ച ബൈത്തുകളിൽ, വരികളിൽ. ഇതിൽ നിങ്ങളെ മർക്കസ് ഇറക്കി എന്നൊന്ന് പഠിച്ചാൽ പോരെ, അതിലില്ലേ അതിൻ്റെ മയന? എന്നിട്ടതിനെ ആലങ്കാരികമാക്കിയിട്ട് നടക്കാൻ നോക്കണോ? വശാഹത്തുമാ ഫൗഖ സമാവാതി കുല്ലിഹാ കദൽ അർശ വൽ കുർസിയ ഫീ തയ്യി ഖബ്ലതി വഅഅലമു നബ്തൽ അർളി കം മിൻ നബാതതി വഅഅലമു റംലൽ അർളി കം ഹുവ റംലതി. ലോകത്ത് എത്ര മണൽത്തരിയുണ്ട് എന്ന് എനിക്കറിയാം, എത്ര ചെടികളുണ്ട് എന്ന് എനിക്കറിയാം. വമാ ഖുൽതു ഹാദൽ ഖൗല ഫഖറൻ വഇന്നമാ അതൽ ഇദ്നു ഹത്താ തഅരിഫൂന ഹഖീഖതി, ഇതൊന്നും ഞാൻ പൊങ്ങച്ചം പറഞ്ഞതല്ല, പറയാൻ സമ്മതം കിട്ടിയപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞതാണ് ഇതെല്ലാം. നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെ ഇതിൻ്റെ മഅന എല്ലാവരും രേഖപ്പെടുത്തിയിട്ട് ഇപ്പം അവർ പറഞ്ഞു നടക്കുകയാണ് ഇതൊക്കെ ആലങ്കാരിക പ്രയോഗമാണ്, മാലയൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റൂല എന്നാണ്. കണ്ടില്ലേ നിങ്ങൾ? ഞാനത് വിശദീകരിക്കുന്നില്ല. നദർതു ഇലാ ബിലാദില്ലാഹി ജംആ കഖർദലത്തിൻ അലാ ഹുക്മി ഇത്തിസാലി. അവിടെ എത്തിയപ്പോൾ മഹാൻ പറഞ്ഞ എന്താ? ഭൂമി ഒരുണ്ട പോൽ. അത് ഇവിടെ എത്തിയപ്പോൾ മഹാൻ പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കടുകുമണിയെ പോലെയുള്ളൂ അത്. ഈ ലോകം മുഴുവനും അത്രയും ഉയർന്ന അള്ളാഹുവിൻ്റെ ഖലീഫമാരാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്?